ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ CBSE 10th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്നത് പോളിനോമിയൽ എന്ന ചാപ്റ്ററാണ്. ഒരു പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് f(x) equals an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a1x plus a0 എന്നാണ്. ഇതിനെ x വേരിയബിൾ ആയ ഒരു പോളിനോമിയൽ എന്ന് പറയാം. ഈ എക്സിന്റെ കോഎഫിഷ്യൻസ് ആണ് an, an minus 1, a1, a0 എന്ന് പറയുന്നതൊക്കെ. എന്താണ് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ f(x) equals 2x plus 3 എന്നൊരു പോളിനോമിയൽ എഴുതിയിരിക്കുന്നു. ഈ എഴുതിയിരിക്കുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എക്സിന്റെ പവർ എത്രയെന്ന് നോക്കാം. ഏറ്റവും കൂടിയ പവർ ഇതിൽ എക്സിന്റെ ടേം 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എക്സിന്റെ പവർ ഇവിടെ എത്രയാണ്? 1 ആണ്. x raised to 1 ആണ് എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2x raised to 1 plus 3 എന്നാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷെ x raised to 1 ആകുമ്പോൾ നമ്മൾ 1 അവിടെ ചേർക്കാറില്ല. അതുകൊണ്ട് ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണ്. മറ്റൊരു പോളിനോമിയൽ f(x) equals 5x square plus 7x minus 4 ഇവിടെ എഴുതിയിരിക്കുന്നു. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ പവർ ഇതിന്റെ പവർ 2, ഇവിടെ 1. അപ്പോൾ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന പവർ ഉള്ളത് അത് എത്രയാണ്? 2 ആണ്. അപ്പൊ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 2. അടുത്ത പോളിനോമിയൽ p(x) equals 4x cube minus 3x plus 1 ഇതിന്റെ ഡിഗ്രി 3 ആണ്. വേറൊന്ന് g(s) equals 4s raised to 5 minus 4s minus 2 അതിന്റെ ഡിഗ്രി എത്രയാണ്? 5 ആണ്. അപ്പോൾ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി കാണും. ഇനി ഡിഗ്രി 1 ആയ പോളിനോമിയലുകളെ പൊതുവെ ലീനിയർ പോളിനോമിയലുകളൊന്നും ഡിഗ്രി 2 ആയവയെ ക്വാഡ്രാറ്റിക് പോളിനോമിയലുകളൊന്നും ഡിഗ്രി 3 ആണെങ്കിൽ അതിന് ക്യൂബിക് പോളിനോമിയൽ എന്നും നമ്മൾ പറയുന്നു. ഇനി എന്താണ് വാല്യൂ ഓഫ് എ പോളിനോമിയൽ? What is the value of a polynomial? Value of a polynomial എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു പോളിനോമിയൽ എഴുതാണ്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാണ്. f(x) equals 2x square minus 3x plus 2 എന്ന് എഴുതാം. ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് വാസ്തവത്തിൽ വാല്യൂ ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. സപ്പോസ് x equals 2 ആണെന്ന് കരുതാം. അപ്പോ f(2) എന്തായിരിക്കും? 2 into 2 square minus 3 into 2 plus 2 എന്ന് വരും. 2 square 4 ആണ്. 4 into 8 minus 3 into 6 plus 2 അല്ലെങ്കിൽ 8 plus 2 10 minus 6 equals 4 എന്ന് വരും. അപ്പോൾ ഇതിന്റെ വാല്യൂസ് എത്രയാണ്? 4 ആണ്. -2 ആണെങ്കിലോ f(-2) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 into -2 whole square minus 3 into -2 plus 2 അല്ലെങ്കിൽ -2 into square plus 4 തന്നെ വരും. 4 into 8 minus 3 into -2 എത്രയാണ് വരിക? +6 plus 2. അപ്പൊ എത്ര വരും? 8 plus 6 14 plus 2 16 എന്ന് കിട്ടും. ഇതാണ് ഈ പോളിനോമിയലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. f(2) 4ഉം f(-2) 16 കിട്ടും. വേറെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഏത് എക്സിന്റെ സ്ഥാനത്ത് മറ്റെന്ത് കൊടുത്ത് നമുക്ക് അതിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്ക് zeros of a polynomial ആണ് പഠിക്കേണ്ടത്. zeros of a polynomial ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ zeros ആണ് നമ്മൾ പഠിക്കുന്നത്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ zeros ആണ് നമുക്ക്
ഞാനൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇതാണ് x² + 7x + 12 x² + 7x + 12 ഇതിന് എന്താണ് സീറോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. f(x) 0 ആവുകയാണെങ്കിൽ എന്താണ് f(x) = 0 ആയാൽ എക്സിന്റെ വാല്യൂസ് എന്തായിരിക്കും? അല്ലെങ്കിൽ f(x) 0 ആവണമെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുത്താൽ f(x) 0 ആവും? അതിനെയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, ആ പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ ഈ f(x) = 0 എന്നത് നമുക്ക് കിട്ടുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതെങ്ങനെ ചെയ്യാൻ കഴിയും? നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ എന്താണ്? x² + 7x + 12 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ 0 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതൊരു പോളിനോമിയലിന്റെ 0 കണ്ടുപിടിക്കണമെങ്കിലും വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. എല്ലാ പോളിനോമിയലിന്റെയും സീറോസ് കണ്ടുപിടിക്കുക ഒരേ മാർഗത്തിലല്ല. എല്ലാ പോളിനോമിയലിന്റെയും സീറോസ് ഒരേ രൂപത്തിലല്ല. തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ സ്വഭാവം അനുസരിച്ച്, രീതി അനുസരിച്ച് കണ്ടുപിടിക്കേണ്ട രീതികൾക്കും മാറ്റങ്ങളുണ്ടാവും. ഇതേപോലെ ഒരു പോളിനോമിയൽ തന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ x²ന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? കോഎഫിഷ്യന്റ് 1 ആണ് അല്ലെ? ഇവിടെ 1 എന്ന് എഴുതിയിട്ടില്ലെങ്കിലും അതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 × a² ആണ് a² എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. ഇങ്ങനെ ഈ 1 കോഎഫിഷ്യന്റ് ആയി ഈ രൂപത്തിൽ നമുക്കൊരു പോളിനോമിയൽ കിട്ടുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗമുണ്ട്. ഇവിടെ നോക്കാം. ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് 7ഉം അതുപോലെ തന്നെ ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം 12ഉമാണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് 7ഉം കോൺസ്റ്റന്റ് ടേം എത്രയാണ്? 12ഉമാണ്. അപ്പൊ ഈ 7ഉം 12ഉം കിട്ടുന്നത്, അതായത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 7 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 12 കിട്ടണം. അങ്ങനെ കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കാം. ആഡ് ചെയ്യുമ്പോൾ 7ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 4ഉം 3ഉം ആണ് അല്ലെ? 4 + 3 = എത്രയാണ്? 7 ആണ്. 4 × 3 = എത്രയാണ്? 12 ആണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേമിനെ, ഈ മിഡിൽ ടേമിനെ, എക്സ് ഉള്ള ഈ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പൊ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം? x² പ്ലസ്, അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയ 4ഉം 3ഉം ആണ്. അത് നമ്മൾ 4x + 3x എന്ന് എഴുതാം. പ്ലസ് 12 അതേപടി 4 × 3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് ആ രൂപത്തിലേക്ക് കിട്ടും. നമുക്ക് 12 അതേപടി എഴുതുക. 12 എഴുതുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് 2 സെറ്റാക്കി തിരിക്കുക. 2 സെറ്റ് ആക്കിയിട്ട് നമ്മൾ തിരിക്കുക. ഇനി ഈ s² + 4x എന്നുള്ള ഒരു സെറ്റും മറ്റേ സെറ്റാണ് 3x + 12 എന്നുള്ളതും മറ്റൊരു സെറ്റുമായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട് നോക്കുക. s² + 4x ഏതാണ് കോമൺ ആയിട്ടുള്ളത്? x ഉണ്ട് അല്ലെ? x × x ആണ് x², x × 4 ആണ് 4x. അപ്പൊ കോമൺ ആയിട്ട് ഏതാണുള്ളത്? x ആണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെ ഈ x കഴിഞ്ഞാൽ ബാക്കി ഇതിൽ എന്തുണ്ട്? x × x പ്ലസ് ഇതിൽ ഏതുണ്ട്? 4 ഉണ്ട്. അപ്പൊ ഈ s² + 4x നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? x × x + 4 എന്ന് എഴുതാം. പ്ലസ് ഇനി അതുപോലെ തന്നെ 3x + 12. ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്തുണ്ട്? 3 ഉണ്ട്. കാരണം 3 × x ആണ് 3x. അതുപോലെ തന്നെ 3 × 4 ആണ് 12 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം, 3 എടുക്കാം. 3 നമ്മൾ ഔട്ട് സൈഡിൽ എടുത്താൽ എന്ത് വരും? 3 × x + 4 എന്ന് കിട്ടും. x + 4 എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഇനി നോക്കാം, ഇത് ഈ രണ്ട് ഇവിടെ നോക്കാം. വീണ്ടും നമുക്ക് കോമൺ ആയിട്ടുള്ള ചിലത് കിട്ടി. എന്താണ്? x + 4 ഇവിടെ കോമൺ ആണ് അല്ലെ? രണ്ടിലും x + 4 ഉണ്ട്. ആ x + 4 നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ പിന്നെ ബാക്കി എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? x ഒഴിഞ്ഞ് കിടക്കുന്നു. x പ്ലസ് അല്ലെ? പ്ലസ് 3x + 3 എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ കഴിയും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? s² + 7x + 12 എന്ന് പറഞ്ഞത് എന്തായി മാറി? ഇവിടെ x + 4 x + 3 എന്നായി. x + 4 × x + 3 എന്നായി അല്ലെ? ഇനി ഇതിന്റെ സീറോസ് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു f(x) = 0 ആകുമ്പോൾ x-ന് കിട്ടുന്ന വാല്യൂസിനെയാണ് എന്താ പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയുന്നത്. ഞാൻ മോൾ ഭാഗത്ത് നിന്ന്
ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മായ്ക്കാണ്. ബാക്കി ഞാൻ ഇവിടെ മുകൾ ഭാഗത്ത് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എഫ് എഫ് എക്സിനെ നമുക്ക് എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റാം. എഫ് എഫ് എക്സിനെ 0 ആക്കി മാറ്റുക എന്ന് പറഞ്ഞാല് എഫ് എഫ് എക്സ് ഈക്വൽസ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 12 എന്നാണ്. എഫ് എക്സിനെ 0 ആക്കി മാറ്റുമ്പോൾ അപ്പൊ എന്തായി? എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽസ് 0 ആക്കി അല്ലേ? എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽസ് 0 കിട്ടും. അപ്പൊ ഇങ്ങനെ ഈ 0 നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടണമെങ്കിൽ, അല്ല 0 കിട്ടണമെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻ? അതിൽ ഒന്ന് 0 ആയിരിക്കണം അല്ലെ? ഉദാഹരണത്തിന് അവിടെ 4 ഇൻറ്റു ഡാഷ് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ 0 തന്നെ ആവണം അല്ലെ? എന്ത് തന്നെ ആവണം? അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നുകിൽ എക്സ് പ്ലസ് 4 0 ആവണം, അതല്ലെങ്കിൽ എക്സ് പ്ലസ് 3 0 ആവണം അല്ലെ? അപ്പോ നമ്മൾക്ക് ഇത് ചെയ്യാം. ഇഫ് എക്സ് പ്ലസ് 4 ഈക്വൽസ് 0, അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 0 മൈനസ് 4 ഈക്വൽസ് എന്ത് വരും? -4 എന്ന് കിട്ടും. ഇനിയിപ്പോ എക്സ് പ്ലസ് 3 ആണ് 0 എങ്കിൽ, എക്സ് പ്ലസ് 3 ആണ് 0 എങ്കിൽ എക്സിന്റെ വാല്യൂ അപ്പൊ എന്ത് വരും? -3 എന്ന് വരും. 0 -3 എന്ന് കിട്ടും. അപ്പോ എക്സിന്റെ വാല്യൂസ് -4 ആവുമ്പോഴും -3 ആവുമ്പോഴും എന്ത് സംഭവിക്കും? ഈ എഫ് എഫ് എക്സ് 0 ആയിട്ട് വരും. അതുകൊണ്ട് ഈ പറഞ്ഞ പോളിനോമിയലിന്റെ, അതായത് നമുക്ക് എഴുതിയ പോളിനോമിയലിലെ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 12ന്റെ സീറോസ് ആണ് എന്തെന്ന് പറയുന്നത്? -4ഉം -3ഉം അല്ലെ? അതെ. അപ്പൊ ഈ സീറോസിനെ നമ്മൾ ആൽഫ ബീറ്റ എന്ന ഇരിക്കാലിഫറ്റുകളോട്ടാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത്. ഫസ്റ്റ് 0 നമ്മൾ -4 ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് വൺ അതായിരിക്കും -3. അപ്പോ രണ്ട് സീറോസ് നമ്മൾ കിട്ടി. ആൽഫ ഈക്വൽസ് -4 ആൻഡ് ബീറ്റ ഈക്വൽസ് -3. ഇങ്ങനെയാണ് ഒരു പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കുക. എല്ലാ പോളിനോമിയലിനും ഇതേ രീതിയല്ല. ഇത് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ x square minus 7x minus 18. ഇതിനെ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ചെയ്യാൻ പറ്റുമോ? ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നു? ഇവിടെ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? -7. ഇവിടെ എന്താണ്? -18 തന്നിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -18 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? -7 കിട്ടണം. അങ്ങനെ കിട്ടുന്ന നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടല്ലോ? ഏതൊക്കെയാണ്? -9 + 2 അല്ലെ? -9 + 2. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഇവിടെ മൈനസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കിട്ടണമെങ്കിൽ അതിൽ ഒന്ന് എന്തായിരിക്കണം? മൈനസ് ആയിരിക്കണം അല്ലെ? മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? മൈനസ് കിട്ടുക. അപ്പൊ അതിലൊന്ന് മൈനസ് ആയിരിക്കണം. അതിൽ ഏതാണ് മൈനസ് ആവേണ്ടത് എന്നുള്ളത് ഇവിടെ നോക്കുമ്പോൾ അറിയാം. വലുത് ഏതായിരിക്കണം? വലുത് മൈനസ് ആകുമ്പോഴാണ് ഈ മിഡിൽ ടേം മൈനസ് ആകുക അല്ലെ? എങ്ങനെ മിഡിൽ ടേം കിട്ടുക? ഇത് ആഡ് ചെയ്യുമ്പോഴാണ് -7 കിട്ടേണ്ടത്. അപ്പോ രണ്ട് സംഖ്യകൾ, രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളെ കൂട്ടുമ്പോൾ മൈനസ് ഇവിടെ വരണമെങ്കിൽ വലുത് ഏതായിരിക്കണം? മൈനസ് ആയിരിക്കണം. അപ്പൊ -9 + 2 എന്ന് പറയും അല്ലെ? -9 + 2 എന്ന് പറഞ്ഞാൽ -7 കിട്ടും. -9 × 2 എന്ന് പറഞ്ഞാൽ -18 നമുക്ക് കിട്ടും. കിട്ടില്ലേ? കിട്ടും. അപ്പോ ആ രൂപത്തിലേക്ക് ഇനി നമുക്ക് ഈ പോളിനോമിയലിനെ x² - 7x - 18 ആ രൂപത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x² - 9x + 2x - 18 എന്ന് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം.
ഈക്വൽസ്. അപ്പൊ നേരത്തെ പോലെ രണ്ട് സെറ്റ് ആക്കുക. നമ്മളിവിടെ രണ്ട് സെറ്റ് ആക്കുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എന്ത് എഴുതാം? എക്സ് എടുക്കാം. എക്സ് എടുത്താൽ ബാക്കി എന്തുണ്ട്? എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ അല്ലെ, മൈനസ് എക്സ് ഇൻറ്റു 9 ആണ് 9x എന്ന് പറയുന്നത്. പ്ലസ് ഇതിൽ എന്താണ് കോമൺ ആയിട്ട് എടുക്കാവുന്നത്? 2x 18 ഏതാണുള്ളത്? 2 ആണുള്ളത്. 2 ഇൻറ്റു എക്സ് ആണ് 2x, മൈനസ് 2 ഇൻറ്റു 9 ആണ് മൈനസ് 80 എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്താ ഈ രണ്ട് ബ്രാക്കറ്റിൽ എന്ത് കോമൺ ആയിട്ടുണ്ട്? 8 മൈനസ് എക്സ് കോമൺ ആയിട്ടുണ്ട്. 8 മൈനസ് 9 സോറി എക്സ് മൈനസ് 9 കോമൺ ആയിട്ടുണ്ട്. ഇൻറ്റു ബാക്കി എന്തുണ്ട്? എക്സ് പ്ലസ് 2 അല്ലെ. ഇനി ഇത് 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക അല്ലെ. അതിലെ സീറോസ് ആണെങ്കിൽ എന്താണ്? f(x)0 ആവണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ എക്സ് മൈനസ് 9 ഇൻറ്റു എക്സ് മൈനസ് 9 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽസ് 0 ആണ് അല്ലെ. അപ്പൊ either x minus 9 equals 0 or x plus 2 equals 0. അപ്പോ ഇനി ഈ x minus 9 0 ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? x ഈക്വൽസ് എന്ത് വരും? മൈനസ് 9 അങ്ങോട്ട് പോകുമ്പോൾ 0 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 9 വരും. x ഈക്വൽസ് 9 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? x ഈക്വൽസ് മൈനസ് 2 എന്ന് കിട്ടും. അപ്പൊ നമ്മള് ആൽഫ ഈക്വൽസ് 9 എന്നും ബീറ്റ ഈക്വൽസ് മൈനസ് 2 എന്നും കിട്ടും. അപ്പോ സീറോസ് കണ്ടുപിടിക്കേണ്ട ഈ മാർഗം നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് കരുതുന്നു. ഇനി നമുക്ക് വേറെയും ഒരുപാട് മെത്തേഡുകൾ നമുക്ക് സീറോസ് കണ്ടുപിടിക്കാനുണ്ട്. അത് ഏത് രൂപത്തിൽ എന്ന് തീരുമാനിക്കുന്നത് ആ തന്നിരിക്കുന്ന പോളിനോമിയലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതൊക്കെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു പ്രോബ്ലം 6 p of x ആയിക്കോട്ടെ ഈക്വൽസ് 6x² മൈനസ് 3. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? 6x² മൈനസ് 3 ഇങ്ങനെ പോളിനോമിയൽ കിട്ടിയാൽ ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. നമ്മൾ 9th സ്റ്റാൻഡേർഡിലും മറ്റും പഠിച്ചിട്ടുണ്ടാവുന്ന ഇക്വേഷൻ ആണ്. a² മൈനസ് b² എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽസ് a പ്ലസ് b ഇൻറ്റു a മൈനസ് b. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. a² മൈനസ് b² ഈക്വൽസ് a പ്ലസ് b ഇൻറ്റു a മൈനസ് b. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആണ് ആ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിയാണ് നമുക്ക് ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ എങ്ങനെ ചെയ്യാം? അപ്പൊ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനെയും പ്രത്യേകമായി എഴുതിയിട്ട് ഞാനത് ചെയ്യാം. ഈ 6x² നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റണം? a² എന്ന രൂപത്തിലേക്ക് ഹോൾ സ്ക്വയർ ആയിട്ട് വരത്തക്ക നിലയിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ? ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഈ എക്സിന് ഇവിടെ സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ ആ കാര്യത്തിൽ പ്രശ്നമില്ല. പിന്നെ 6 ആണ്. ഏതിന്റെ സ്ക്വയർ ആണ് 6? റൂട്ട് 6ന്റെ സ്ക്വയർ ആണ് 6 അല്ലെ. റൂട്ട് എക്സിന്റെ സ്ക്വയർ എത്രയാണ്? x ആണ്. റൂട്ട് 5ന്റെ സ്ക്വയർ എത്രയാണ്? 5 ആണ്. അതുപോലെ തന്നെയാണ് എന്ത്? റൂട്ട് 6ന്റെ സ്ക്വയർ ആണ് എന്ത്? 6 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് ഈ 6 എന്നതിനെ നമുക്ക് എന്ത്? റൂട്ട് 6ന്റെ സ്ക്വയർ ആയിട്ടും റൂട്ട് 6ന്റെ സ്ക്വയർ ആയിട്ടും മറ്റേ ആ x² അങ്ങനെ എഴുതാം. ഇത് രണ്ടും ചേർത്ത് നമുക്ക് എന്ത് എഴുതാം? റൂട്ട് 6 ഇൻറ്റു എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. അതേപോലെ 3 ഇതേപോലെ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് 3യുടെ സ്ക്വയർ ആണ് 3 എന്ന് പറയുന്നത് അല്ലെ. റൂട്ട് 3യുടെ സ്ക്വയർ ആണ് എന്ത്? 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് 3യുടെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് 6² എന്നുള്ളത് റൂട്ട് 6x ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് 3² നമുക്ക് എഴുതിക്കൂടെ? ആ രൂപത്തിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് a² മൈനസ് b² എന്നുള്ള ഫോം നമുക്ക് കിട്ടും. 6x² മൈനസ് 3 എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? റൂട്ട് 6x. ശ്രദ്ധിക്കേണ്ടത് ഈ എക്സിന് ഈ റൂട്ട് വരുന്നില്ല, 6ന് മാത്രമേ എന്ത് വരുന്നുള്ളൂ? റൂട്ട് വരുന്നുള്ളൂ. റൂട്ട് 6x ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട്
3 ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. അപ്പൊ എന്തായി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപമായി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെ? അപ്പോ ഇതിന് നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ബി റൂട്ട് 6x പ്ലസ് ബി റൂട്ട് 3 ഇൻറ്റു എ മൈനസ് ബി റൂട്ട് 6x മൈനസ് റൂട്ട് 3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനിയിപ്പോ ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കാൻ വിഷമമുണ്ടോ? ഇല്ല. അത് സീറോ ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് നമുക്ക് എഴുതാം? സീറോസ് കാണുമെങ്കിൽ അപ്പൊ എയ്തർ എന്ത് റൂട്ട് 6x പ്ലസ് 3 ഈക്വൽസ് 0 ഓർ എന്ത് റൂട്ട് 6x മൈനസ് റൂട്ട് 3 ഈക്വൽസ് 0. റൂട്ട് 3 ആണ്. റൂട്ട് 6 പ്ലസ് റൂട്ട് 3 ഈക്വൽസ് 0 ഓർ റൂട്ട് 6x മൈനസ് റൂട്ട് 3 ഈക്വൽസ് 0. ഇനി ഇത് 0 ആവുകയാണെങ്കിൽ ആൽഫ എന്തായിരിക്കും? ഇത് 0 ആവുകയാണെങ്കിൽ ആൽഫ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ റൂട്ട് 6x പ്ലസ് റൂട്ട് 3 ഈക്വൽസ് 0 അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? റൂട്ട് 6x ഈക്വൽസ് അപ്പൊ എന്തായിരിക്കും? ഈ പ്ലസ് റൂട്ട് 3 പോകുമ്പോൾ മൈനസ് റൂട്ട് 3 ആവും. മൈനസ് റൂട്ട് 3 ആവും. 0 മൈനസ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ മൈനസ് റൂട്ട് 3 ആവും. അപ്പോൾ എക്സ് എന്ത് കിട്ടും? എക്സ് ഈക്വൽസ് മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 6 എന്ന് കിട്ടും. കിട്ടില്ലേ? കിട്ടും. ഈക്വൽസ് എന്ത് വരും? ഇനി നോക്കാം. ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഈ റൂട്ട് 6 എന്ന് പറയുന്നത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 ആണ് അല്ലെ? അപ്പൊ മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം? ഈ മൈനസ് ഈ റൂട്ട് 3യും റൂട്ട് 3യും വെട്ടി ഇവിടെ എന്ത് വരും? 1 വരും. അപ്പൊ ബാക്കി എന്തുണ്ട്? മൈനസ് 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും അല്ലെ? മൈനസ് 1 ബൈ റൂട്ട് 2 എന്ന് നമുക്കൊരു ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആൽഫ നമുക്ക് കിട്ടി. ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഒരു 0 നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് ഇതേപോലെ നമുക്ക് സോൾവ് ചെയ്യാം. ഇനി റൂട്ട് 6 മൈനസ് റൂട്ട് 3 ഈക്വൽ 0 ആകുമ്പോൾ റൂട്ട് 6x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ മൈനസ് റൂട്ട് 3 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് റൂട്ട് 3 ആവും. അപ്പൊ 0 പ്ലസ് റൂട്ട് 3 എന്ന് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ x ഈക്വൽസ് അപ്പൊ എന്ത് വരും? റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 6 എന്ന് കിട്ടും. ഈക്വൽസ് എന്ത് വരും? നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 എന്ന് കിട്ടും. ഇനി ഈ റൂട്ട് 3 ക്യാൻസൽ ചെയ്ത് വന്നു. അപ്പോൾ എന്ത് കിട്ടും? 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടി. അപ്പോ നമുക്ക് ആൽഫയും ബീറ്റയും നമുക്ക് കിട്ടി. ആൽഫ ഈക്വൽസ് എന്ത് കിട്ടി? മൈനസ് 1 ബൈ റൂട്ട് 2 എന്നും ബീറ്റ എന്നത് എന്താണ്? 1 ബൈ റൂട്ട് എന്ന് കിട്ടി. ഇപ്പൊ നമ്മൾ രണ്ട് മെത്തേഡ് കണ്ടു അല്ലെ? ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിനെ നമുക്ക് പോളിനോമിയൽസിന്റെ റൂട്ട് കാണാനുള്ള രണ്ട് റൂട്ടല്ല അതിന്റെ സീറോസ് കാണാനുള്ള രണ്ട് മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. ഇനി വേറെയും ചില പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഒരു രീതി കൂടി നമുക്ക് ഇവിടെ പഠിക്കാം. f of x equals 6x square minus 3 minus 7x. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യേണ്ടി വരും അല്ലേ? എക്സ് സ്ക്വയർ അടുത്ത ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് ചെയ്യുമ്പോൾ ഇവിടെ എഴുതിപ്പോയി. അങ്ങനെയാണോ? അല്ല. രണ്ടാമത്തെ ടൈം നമ്മൾ ഇങ്ങോട്ട് മാറ്റുക. അപ്പൊ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത് 6x square minus 7x minus 3 എന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഇതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണോ? അല്ല. കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? 6 ആണ് തന്നിരിക്കുന്നത് അല്ലേ?
എക്സിന്റെ കോഎഫിഷ്യന്റ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 6 ആയിട്ടാണ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം പഠിച്ച രീതി എന്താണ്? കോഎഫിഷ്യന്റ് എത്രയായിരുന്നു? 1 ആയിരുന്നു. കോഎഫിഷ്യന്റ് 1 ആകുമ്പോഴുള്ള രീതിയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തത്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? 1-ൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേറെ രീതിയാണ് ചെയ്യുന്നതൊക്കെ. മറ്റേ രൂപത്തിൽ തന്നെ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, നേരത്തെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ശ്രദ്ധിക്കാനൊന്നുണ്ടായിരുന്നില്ല, ഈ അവസാനം കിട്ടുന്ന ഈ കോൺസ്റ്റന്റ് ടേബിൾ മാത്രം നമ്മൾ നോക്കിയാൽ മതിയായിരുന്നു. ഇത് ഇവിടെ ഈ കോഎഫിഷ്യന്റ് വന്നതുകൊണ്ട് ഇത് 6 ഇൻറ്റു ഈ ടേം ആണ്. 6 ഇൻറ്റു -3 അപ്പൊ എത്രയാണ്? 6 ഇൻറ്റു -3 എത്രയാണ് നോക്കാം. 6 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -18 വരും അല്ലെ? അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ -18ഉം ആഡ് ചെയ്യുമ്പോൾ -7 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -7 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -18ഉം ആഡ് ചെയ്യുമ്പോൾ -7ഉം കിട്ടണം. ആ സംഖ്യകൾ ഏതൊക്കെ? കഴിഞ്ഞ കണക്കിലും അതേപോലെ തന്നെയാണ് വന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -18ഉം ആഡ് ചെയ്യുമ്പോൾ -7ഉം വന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? -9ഉം ഇത് +2മാണ് വന്നത് അല്ലെ? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. -9 ഇൻറ്റു 2 -18, -9 + 2 -7 ഇത് കിട്ടും. അപ്പൊ ആ നമ്പേഴ്സ് നമുക്ക് അവിടെ ചെയ്യാം. അദൃശ്യമായി വന്നതാണ് എങ്കിലും നമുക്ക് ആ പ്രോബ്ലം അവിടെ ചെയ്യാം. ഇത് നമുക്ക് അപ്പൊ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്തിട്ട് വീണ്ടും എഴുതണം. അപ്പൊ ഇത് അതേപടി എഴുതാം. 6x² ഈ -7x എന്ത് എഴുതാം? -9x + 2x എന്ന് സ്പ്ലിറ്റ് ചെയ്ത് -3. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നേരത്തെ ഏറ്റവും ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇതിൽ കോമൺ ആയിട്ട് ഏതുണ്ട് എന്നുള്ളത് നോക്കുക. 6x² -9x കോമൺ ആയിട്ട് എന്തുണ്ട്? ഒരു x ഉണ്ട് അല്ലെ? x മാത്രമേ ഉള്ളൂ? അല്ല, ഈ 6ഉം 9ഉം ഏതിന്റെ മൾട്ടിപ്പിൾസ് ആണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് 3x എന്ന് എഴുതാം. 3x ഇൻറ്റു പിന്നെ 3x ന്റെ എത്രയാണ്? 6x², 2x ആണ്. 3 ഇൻറ്റു 2 ആണ് 6, x ഇൻറ്റു x². അപ്പൊ 2x വരും. -3 ന്റെ എത്രയാണ്? 9 എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇൻറ്റു 3 ആണ് 9 അല്ലെ? x ഇവിടെ ഉണ്ട്. 3x ഇൻറ്റു -3 ആണ് എത്ര വരെ? -9x വരിക. അപ്പൊ ആ ഒരു ടേം കഴിഞ്ഞു. ഇനി അടുത്ത ടേം, അടുത്ത സെറ്റിൽ എന്താണ്? ഇതിൽ കോമൺ ആയിട്ട് ഏതെടുക്കണം? ഏതെങ്കിലും എടുക്കാൻ ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല. അപ്പൊ അത് 2x -3 എന്ന അതേപടി എഴുതുക. കോമൺ ആയിട്ട് ഒന്നും എടുക്കാനുണ്ടോ? അതേപടി. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം, ഈ 2x -3 തന്നെയല്ലേ ഇവിടെ ബ്രാക്കറ്റിൽ കിടക്കുന്നത്, അതുപോലെ വരും. അപ്പൊ എന്ത് ചെയ്യുന്നത്? രണ്ട് സ്ഥലത്തും കോമൺ 2x -3 ഉള്ളതുകൊണ്ട് അതിനെ നമുക്ക് പുറത്തെടുക്കാം. പിന്നെ ഇവിടെ ബാക്കി എന്തുണ്ട്? 3x ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്താണുള്ളത്? 2x -3 ഇൻറ്റു 1 ആണത് അല്ലെ? 2x -3 എന്ന് പറയുന്നത് ആ 1 നമ്മൾ അവിടെ ചേർക്കണം. +1 ഇടണം. 1 ഇട്ടില്ലെങ്കിൽ ഒന്നുമില്ലാതെ ഇതിന്റെ നമ്മളവിടെ 0 ഇടാൻ പാടില്ല. ഇല്ല, 0 ആണെങ്കിൽ എന്താണ്? വരും. ഇൻറ്റു 0 ആണെങ്കിൽ 0 ആയി പോകും അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണ്? 1 അവിടെ എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കണം അല്ലെ? ഇതിന്റെ സീറോസ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. To find zeros. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ മോൾ ഭാഗത്തുള്ളത് മായ്ക്കാം. ഒരു ഭാഗം മായ്ക്കാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ എന്താണ്? either 2x -3 അല്ലെ? 2x -3 ഇൻറ്റു 3x + 1 = 0 എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഒന്ന് വരെ 2x -3 = 0 അല്ലെങ്കിൽ 3x + 1 = 0 എന്ന് വരും. അപ്പൊ either 2x -3 = 0 or എന്ന് വരും 3x + 1 = 0 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് x ന്റെ വാല്യൂസ് കിട്ടും. അപ്പൊ എന്താണ്? 2x -3 = 0 ആയാൽ എന്നിങ്ങനെ കിട്ടും? 2x = 0 - 3. ഈ -3 അങ്ങോട്ട് വരുമ്പോൾ 0 + 3 ആവും അല്ലെ? 0 + 3 3 എന്ന് വരും. അല്ലെങ്കിൽ x = 3/2 എന്ന് കിട്ടും. അപ്പൊ നമ്മള് ആൽഫ കിട്ടി. എത്രയാണ്? 3/2 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബീറ്റ കണ്ടുപിടിക്കാം.
3x പ്ലസ് 1 ഈക്വൽ 0 വരികയാണെങ്കിൽ 3x പ്ലസ് 1 0 വരികയാണെങ്കിൽ എന്ത് വരും? 3x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പ്ലസ് 1 അങ്ങോട്ട് പോകും, 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആവും. അല്ലെങ്കിൽ ഈ x ഈക്വൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 ഡിവൈഡഡ് ബൈ 3 കിട്ടും. അപ്പോ അതായത് രണ്ടാമത്തെ 0 ബീറ്റ ഈക്വൽസ് -1/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒന്നുകൂടെ നോക്കുക. ആ 3 വ്യത്യസ്ത മാർഗങ്ങൾ പഠിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ മറക്കാതിരിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.